إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وقال تعالى في مكان آخر ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين. മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാർ, സർവശക്തനായി ഏകനായി ഞങ്ങളെ സൃഷ്ടിച്ചിട്ട് പരിപാലനയ്ക്കൊണ്ട് വന്നുകൊണ്ടുള്ള റബ്ബുൽ ആലമീൻ്റെ ಪ್ರತಿಯೊರು ವಿಧಿವಿಧಾನತ್ತು ನಿಯಮ ನಿರ್ದೇಶನತ್ತು ಪಾಲನಾಕಿತ್ತು യഥാർത്ഥ മുത്തഖിയായിട്ട് യഥാർത്ഥ മുഅ്മിനായിട്ട് ജീവിക്കൂ. പ്രതി ഒരാളും ശക്തി മീരിട്ട് പരിശ്രമിക്കൂ ചെന്നിട്ട് ഓരോരാളെടുത്തു ഒന്നാമതായിട്ട് എൻ്റെ നഫ്സിനെ മറക്കാണ്ട് വസിയത്താക്കി. ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്കെല്ലാവർക്കും അങ്ങനെ മുത്തഖിയായിട്ട് ജീവിക്കൂ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശത്തിലെല്ലാം പാലനാക്കി ജീവിക്കുക മുത്തഖിമാറിട്ട് അള്ളാഹു ഞങ്ങളെല്ലാവരും ചെയ്യാൻ അനുഗ്രഹിക്കട്ടെ. ഉടനെ ഒട്ടായ പോലെമേ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് അള്ളാഹു ഞങ്ങളെല്ലാവരെയും ഒട്ടാക്കി അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് പ്രവേശിച്ചെടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലെ ജീവിത ചെന്നെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ജീവിക്കൂ നിഅമത്ത് തന്നറ അനുഗ്രഹിച്ചു. ഈ ജീവിത ചെല്ലത് ആർക്കും ശാശ്വതമല്ല.
കുറേ നാൾ നിങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുക. പിന്നെ ഒരു നാളല്ലെങ്കിൽ ഒരു നാൾ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ മുട്ട മരണപ്പെട്ടിട്ട് പോകും. എത്ര വലിയ ലീഡറായെങ്കിലും ഹിരിയവനായെങ്കിലും ചെറിയവനായെങ്കിലും എല്ലാവർക്കും അവൻ്റെ അവധി എത്തുമ്പോൾ ഈ ദുനിയാവിൽ നിന്ന് അള്ളാഹു മുട്ട യാത്ര കൊണ്ട അഷ്റഫുൽ ഖൽഖ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെ നബിയുടെ 63-ാമത്തെ വയസ്സിൽ ഈ ദുനിയാവിൽ നിന്ന് വിദായി ചെന്നിട്ട് പോയി. പിന്നെ ബാക്കിയുള്ള ഞങ്ങളുടെ വിഷയം ചൊല്ലുകയില്ല. അതുകൊണ്ടു മരിക്കോ ആർക്കും ഏജ് ആവുന്നില്ല. മൗത്തുകു ചെറിയ വയസ്സിൽ മരിക്കുവാനും വലിയ മിഡിൽ സ്റ്റേജിൽ മരിക്കുവാനും വയസ്സായിട്ട് മരിക്കുവാനും യാറെത്തുന്നും വയസ്സായിട്ട് മരിക്കും. ദുനിയാവുള്ള അള്ളാഹു നമുക്ക് ജീവിക്കൂ 60-70 വർഷം ടൈം കൊടുക്കും. അതിലവനക്ക് അവൻ്റെ ജീവിതത്തിൽ മോമിനായിട്ട് മൊത്തമൊക്കെ ജീവിച്ചിട്ട് സ്പെൻഡാക്കി തീർത്തിട്ട് പരലോക ജീവിതത്തിലുള്ള യശസ്സുവനെ ഈ ദുനിയാവിൽ ഉപയോഗപ്പെടുത്തും. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമുക്ക് ചുമ്മാ ടൈപ്പ് പരീക്ഷണമല്ല വേണ്ട. ചുമ്മാ ടൈപ്പ് പരീക്ഷ യാറ് പരീക്ഷണ വേണ്ടവേ മുത്തക്കിമാണ് മൂമിനായി യാറ് പരീക്ഷ. അള്ളാഹു സൂറത്തുൽ ബഖറിൽ ചൊല്ല അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വിചാരിച്ചാൽ അത്ര ഈസിയിൽ സ്വർഗത്ത് കൊണ്ടാറുണ്ട്. വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബഅസാ വദറാ വസുൽസിലൂ ഹത്താ യഖൂല റസൂലു വല്ലദീന മഅഹു മതാ നസ്റുല്ലാഹ്. നിങ്ങൾക്ക് മുന്നേ കഴിഞ്ഞുപോയവർക്ക് വന്നതായ പരീക്ഷണ ഏതെല്ലാം ടൈപ്പ് പരീക്ഷണ വന്നര തൊന്തരയും മുഷ്കിലും എല്ലാം വന്നരല്ല, ബുദ്ധിമുട്ടെല്ലാം എനിക്ക് ബാധിച്ചിരല്ലേ. അങ്ങനെ കാൽവടിയിലെ ബെരപ്പാട്ടി എവിടത്തോടെ ചെന്നെങ്കിൽ നബിലോട്ട് വന്ന് കേട്ടാറ് മത്താ നസ്റുല്ലാഹ്, അള്ളാഹുവിന്റെ സഹായം എപ്പ കണ്ടു. അത്രയും പരീക്ഷണത്തിലും അള്ളാഹു അങ്ങനെ പരീക്ഷണയുടെ മേലെ പരീക്ഷിച്ചതാണ്. അങ്ങനത്തെ പരീക്ഷണമെല്ലാം വരാണ്ട് നിങ്ങൾ അത്ര ഈസിയിൽ സുലഭമായിട്ട് സ്വർഗത്ത് പ്രവേശിക്കുവാൻ നിങ്ങൾ വിചാരിച്ചതാണ്. അല്ല, നിങ്ങൾ എല്ലാവരും അറിയും ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അള്ളാഹുവിന്റെ സഹായം മുട്ടമേ ഉണ്ട്. ചെന്ന് മുന്നൽ കഴിഞ്ഞു പോയ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വഹീയുടെ അടിസ്ഥാനത്തിൽ മുന്തിയതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പലക്കെ ചെന്ന് യാസിർ കുടുംബ പൂർവികന്മാരായ ഞങ്ങളോട് സ്വഹാബാക്കന്മാർ എത്ര പീഡനം അനുഭവിച്ചതാണ്. യാസിർ കുടുംബ ബിലാൽ, ഖുബൈബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ ഒരു ആശ്വാസന കിട്ടാൻ കഷ്ടത്തെ മേൽ കഷ്ടം ഒഴിച്ചിട്ട് ഈ ദീനിലങ്ങ് അടിയുറച്ച് ജീവിച്ചതാണ്. ഒരു 3-4 കുടുംബം യാസിർ കുടുംബം ചെന്ന് അമ്മാർ ഇബ്നു യാസിർ, സുമയ്യ, പിന്നെ യാസിർ. ഈ 3 അനുഭവിച്ചതായി പരീക്ഷണ. സുമയ്യ റളിയല്ലാഹു അൻഹയെ ദീന് സ്വീകരിച്ച ഒരൊറ്റ കാരണം കൊണ്ടെത്തു. അയാളെ ഗുപ്താംഗത്തിക്ക് റോഡിട്ടിട്ട് അയിമാരെ ഷഹീദാക്കിയാണ്. പെറോൾ ബണ്ടെങ്ങ പെറോൾ ചായ വെച്ചങ്ങല്ല എതിർപ്പ് ജുമാത്തോ ഒരു ആദ വൈത്തിക്ക് യുവക്കന്മാരല്ല എതിർവ് വയസ്സായിട്ട് കൈക്കാള് നൊമ്പല നമുക്ക് ചാരി തയ്ക്ക തൊന്തരയില്ല, ചാരിൽ തയ്ക്ക. യുവക്കന്മാരല്ല ഇടയിൽ ജാഗം നിങ്ങൾ പെറോൾ ബണ്ടെങ്കിൽ കഷ്ടാവും ಇಲ್ಲಿ ಸೇರಿ ಬೇಕು മുട്ട തേക്കും ಸೇರಿ ചാരിട്ടുള്ള തേക്കുന്നത് അത്ര നല്ലല്ല. അതുകൊണ്ടു പിന്നൊരു വിഷയ ജുമാത്തെ വിഷയ ചെല്ലെന്തെങ്കിൽ നിങ്ങൾ പള്ളിക്ക് വേഗം പറഞ്ഞു. ഒന്നാമതായിട്ട് എത്തോ
ഫസ്റ്റ് വന്നവർക്ക് ഒറ്റ കൊടുത്ത് കൂലി. അത് ഈ ഫസ്റ്റ് സഫ് വെച്ച് നേടിയിട്ടായി ബണ്ടവാറും നേടും ട്രൈയാണ്. രണ്ടാമത്തെ പാട്ടായിട്ട് ലാസ്റ്റ് വന്നിട്ട് ഫസ്റ്റ് സഫ് തയ്ക്കണമെന്നല്ല വണ്ടി കിട്ടും. ഫസ്റ്റ് ബണ്ടവും എല്ലാവരും ബണ്ടക്കാണ് ഫസ്റ്റ് ബണ്ടവും. രണ്ടാമത് ബണ്ടവും കിട്ടോ പൈ അറുത്ത് കൊടുത്ത കൂലി. മൂന്നാമത് ബണ്ടവന് കിട്ടോ ആടറുത്ത് കൊടുത്ത കൂലി. നാലാമത് ബണ്ടവനക്ക് കോലി. അഞ്ചാമത് ബണ്ടവനക്ക് മുട്ട. അതോടുകൂടെ മലായിക്കത്തുമാർ എന്താക്കാറ് ബായിൽ ദച്ചന അങ്ങനെ റെക്കോർഡർ ബന്ധാക്കിയിട്ട് മിമ്പറിലോ കേക്കതായ കുത്തുബ കേക്ക് തേക്കണം. പിന്നെ ബന്ധങ്ങളെ റെക്കോർഡ് ആ മലായിക്കത്തുമാർ റെക്കോർഡിലില്ല. അപ്പൊ അത് കഴിച്ച് ഞങ്ങ ചെല്ല ഉദ്ദേശിക്കുന്നത് വെച്ചെന്ന് നിങ്ങൾ ആയത്ര വേഗം പള്ളിക്ക് പോകും. 40 കുത്തുബ സ്റ്റാർട്ട് ആവും. 31 മിമ്പർ 10 ലാസ്റ്റ് മൊമെന്റ് എന്ത് നീക്കും? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്സൗ ഇലാ ദിക്രില്ലാഹ്. വെള്ളിയാഴ്ച ജുമക്ക് ടൈം ആയെങ്കിൽ അല്ലാഹുവിന്റെ ധ്യാനത്തിന് ദിക്റിലേക്ക് ബർബേഗാൻ. ഫസ്സൗ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈ. കച്ചവട പിന്നാക്ക പിന്നെ ലാഭം കിട്ടും. വെള്ളിയാഴ്ചത്തെ കുത്തുബ അതേ ടൈമിൽ കണ്ടേ വേറെ ടൈമിലാവുക, വേറെ സന്ദർഭത്തിൽ ജുമക്ക് ശരിയെങ്കിലാവുക, അസർക്ക് ಬಂದ ജുമ ശരിയെങ്കിലാവുക, ജുമയുടെ ടൈം തീർന്നില്ല ಬಂದಂಗಾവുക ഇല്ല. അത് കഴിച്ച് ഏന് അള്ളാഹു ചെന്ന നെക്സ്റ്റ് ആയത്തിൽ ഇദാ ഖുദിയത്തി സ്വലാത്ത് ഫന്തശിറൂ ഫിൽ അർദി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. നിസ്കാരമെല്ലാം നിർവഹിച്ച് താഴെ നിങ്ങൾ പോറും അള്ളാഹുവിന്റെ ഭൂമിയിൽ തീരും റിസ്കോ നിങ്ങളെ സോറ നിങ്ങളെ കച്ചവട ബിസിനസ് അല്ല. വെള്ളിയാഴ്ച മാത്രം പള്ളി മെമ്പർ ഖത്തീബ് പത്രമുള്ള പള്ളി നിറഞ്ഞിരിക്കോ. അത് ബണ്ടവാരത്തിൽ നിന്ന് നിങ്ങൾ ആ ഒരു സ്വറ ആ ഒരു സ്വഭാവത്തെ നിങ്ങൾ മെയ്കൂടിസോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അങ്ങനെ ആക്കുവോ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പൊ പിന്നെ യാസിർ കുടുംബരെ വിശേഷം മൂന്നാം സുമയ്യ റളിയല്ലാഹു അൻഹയെ ഷഹീദാക്കിയ യാസിർ ഒരു മത്ത് കെട്ടിട്ട് ചാട്ടി കൊണ്ടെത്തു അടിച്ചോടുന്ന മുശ്രിക്കീക. മഹാനായ അമ്മാർ യാസിറിന്റെ മോൻ അമ്മാർ വന്നിട്ട് നബിയിലോട്ട് കംപ്ലൈന്റ് ആക്കി. നബിയിലോട്ട് വിശേഷിച്ചിട്ട് മാഹിത്തി ചെയ്ത് നബിയെ ഇങ്ങനത്തെ പീഡനം അനുഭവിച്ചോണ്ട് എന്റെ അപ്പ. അപ്പൊ ചെന്നോ യാ ആല യാസിർ സബ്റൻ യാ ആല യാസിർ. യാസിർ കുടുംബമേ നിങ്ങൾ സബ്ർ എടുക്കും. ഇന്ന മൗഇദകുമുൽ ജന്ന. നിങ്ങൾക്ക് സ്വർഗത്തെ വാഗ്ദാനം. ആ സ്വർഗത്തിലേക്ക് ദുനിയാവിലെ വിട്ടൽ ദുനിയാവിലെ വലിയ ആദ്യത്തെ കൊടുത്ത് ജീവിച്ചില്ല. വൽആഖിറതു ഖൈറു വഅബ്ഖാ. പരലോകത്ത് നിങ്ങൾക്ക് ബാക്കിയായിട്ട് കിട്ടത് നിങ്ങൾക്ക് ബാക്കിയായിട്ട് കിട്ടിയ പരലോക ജീവിതം കൊറിയാളന്മാർ എന്താക്കുന്നത്? ദുനിയാവുടെ ജീവിതത്തിൽ കൊറിയാളന്മാർ ആദ്യത്തെ കൊടുക്കാറ് പരലോക ജീവിതമായിട്ട് എല്ലാവർക്കും ബാക്കിയായി കിട്ടത് പരലോക യശസ്സുവിനായിട്ടുള്ള പരിശ്രമങ്ങൾക്കുണ്ടാവും. എന്ത് പരീക്ഷണ വരട്ട് ബിലാലോ ഒരു ഒൻറ്റര കാലില് വള്ളി കെട്ടിട്ട് ബിലാലന്റെ കാലില് വള്ളി കെട്ടിട്ട് മറുഭൂമിയിൽ ആ ഒൻറ്റര ഓടുപാട്ടിരാൽ തെളിമാക്കി നോക്കുക പരിസ്ഥിതി ഞങ്ങൾക്ക് ബന്ധങ്ങള് ഞങ്ങളുടെ അവസ്ഥ എന്തിനായിരിക്കൂ? അങ്ങ് പരിശ്രമിച്ചത് ത്യാഗ സഹിച്ചത് എല്ലാ ദീനുകളായി ദുനിയാവുടെ ജീവിതത്തിൽ വരയിത്തല ദുനിയാവുടെ ത്യാഗാക്കാർ പരലോകത്തെ യശസ്സുവേനായിട്ട് അങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് പരീക്ഷണ വരും. നിങ്ങളെ പേടി കൊണ്ടിട്ട് അള്ളാഹു പരീക്ഷിക്കവൽജോ പൈസ കൊണ്ടിട്ട് നിങ്ങളെ സമ്പത്ത് ലോസാക്കിട്ട് നിങ്ങളെ തടിരെ സീക്ക് ബാധിച്ചിട്ട മരിപ്പാടിത്ത അതേപോലെ നിങ്ങളെ ഫലവർഗത്തിൽ കൃഷി ലോസാക്കിട്ട് നിങ്ങൾ അല്ലാഹു പരീക്ഷിച്ചോടിക്കുക. ആ
ആ ടൈമില് സബർ എടുக்கிறவங்க ഗുഡ് ന്യൂസ് ശുഭവാർത്ത കൊടുക്കുന്ന നബിയേ. അപ്പൊ അങ്ങനെ ശുഭവാർത്ത ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ നബി തൊട്ട് അള്ളാഹു ചൊല്ലിനെ ചൊല്ലൊരു സഹാബാക്കന്മാർ കൊടുത്തിട്ട് അതേപോലെ ഞങ്ങൾക്കും ആ ശുഭവാർത്ത ഉണ്ട്. യാര പരീക്ഷണ വേണ്ടാറുണ്ട് അഷദ്ദുന്നാസ് ബലാഉൻ അൽ അംബിയാ നബിമാർ. നമുക്ക് നബിമാർക്ക് അള്ളാഹു ഇഷ്ടപ്പെട്ട ദാസന്മാരെ. അള്ളാഹുവിന് നബി ചെന്നെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടിയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അഷ്റഫുൽ ബശർ, മനുഷ്യന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ നബിമാരെല്ലാവരും ബാക്കിയുള്ള ആളന്മാരെ നല്ല ആളന്മാർ അങ്ങനെക്ക് ഒന്നാമതായിട്ട് പരീക്ഷണമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കന്മാരെ 3 വർഷ ദിഗ്ബന്ധനം, തിന്നുകയില്ല കുടിക്കുകയില്ല, പച്ച ഇല തിന്നിന് ജീവിച്ച് ദീനെ സംരക്ഷിച്ചാറങ്ങ എന്തെങ്കിലും അവ ദീന്റെ ഒരു ചപ്പറിപ്പുറം റെഡിയിട്ടില്ല. അത്രയും ദീനക്ക് വേണയിട്ട് എന്ത് വേണമോ റെഡി ആയിട്ട് കിടന്ന. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു. ഒന്നാമതായിട്ട് നബിമാർക്ക് അതേപോലെ താളന്മാർ നബിമാരെ പോലെ പിന്നെ അങ്ങനെ വാരിസ് സ്വത്തായിട്ട് ഇൽമുരെ നേടിത്ത് ആളന്മാർ വ്യക്തമായിട്ട് നബിമാരില്ലേ, മുലമാക്കന്മാരില്ലേ, പണ്ഡിതന്മാർ വിദ്വാംസന്മാരില്ലേ, അങ്ങനെ ദീനിൽ തക്കമുള്ളതാ അങ്ങനെ പിന്നെ സ്വാലിഹായ മനുഷ്യന്മാർക്ക് അതേറ്റിക്കറ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് പഠിപ്പാട്. പിന്നെ ഞങ്ങൾക്ക് പരീക്ഷണങ്ങൾ വന്നുകൊണ്ടുണ്ടാ ഞങ്ങളെ ദീൻ ഡിപ്പെൻഡന്റ്, ഞങ്ങൾ ദീന്റെ ഡീപ് പഠിക്കുന്നുണ്ടെങ്കിൽ, ദീന് നല്ല ഉറച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷണം യാറെ വരും. ഞങ്ങൾ ദീനുകൾ കൊറോടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പരീക്ഷണം കൊറോടിയും വരും. നല്ല തക്കുള്ള ആളുകൾ സീക്കും ക്യാൻസറും അല്ല അങ്ങനത്തെ സീക്ക് ബാധിച്ച് പരീക്ഷണത്തിന് പരീക്ഷണ ബെഡിന് എത്ര വർഷത്തോടെ കിടന്നത്തോടെ സീക്ക് ഷിഫാവില്ല വിചാരിക്കും. അല്ലാഹു തക്കുള്ള ആളെ നിസ്കരിക്കാൾ, നോമ്പിടിക്കാൾ, ഇബാദത്ത് എടുക്കാൾ, എന്നിട്ടും അല്ലാഹു പരീക്ഷണ കൊടുക്കുന്നുണ്ട്. ടെൻഷൻ ആക്കണ്ട, അല്ലാഹു ചെന്നരോ, അതായത് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നരോ പരീക്ഷണ യാറെ ബെഡ് തക്കുള്ള അമ്പിയാക്കന്മാരെ പിന്നെ ദീനിക്ക് ഡിപ്പെൻഡ് ആയിട്ട് അള്ളാഹു പരീക്ഷിച്ചോടിക്കുന്നത് എവിടത്തോടെ ചെന്നെങ്കിൽ ലാസ്റ്റ് അവന്റെ ഒരേ ഒരു പാപവും ഇല്ലാണ്ട് ഭൂമിയിലോട്ട് നടക്കുക. എല്ലാ പാപത്തെയും അള്ളാഹു മാഫാക്കി കൊടുത്തു. അവന്റെ പരീക്ഷണത്തിന് മുഖാന്തരം ഓരോ ദോഷം മാഫോ തലനൊമ്പലെ ഞങ്ങളെ ദോഷം മാഫായി, മുള്ള തുറച്ചു നൊമ്പല ഉള്ളപ്പയും ഞങ്ങളെ ദോഷം മാഫായി, പനി വന്ന് ഞങ്ങളെ ദോഷം മാഫായി, ഞങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും മുസീബത്ത് ഞങ്ങളുടെ ദോഷം മാഫായി ഭൂമിയിലിങ്ങ. അപ്പൊ അത് ഞങ്ങൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കും. പിന്നെ അവസാന കാലത്തെ മുസ്ലിമിനെ എങ്ങനെക്കുവാണ് ഈ ഭൂമിയിലെ അവസാന കാലത്ത് മുസ്ലിമീങ്ങ എങ്ങനെക്കുവാണ് യൂഷിക്കുൽ ഉമമു അൻ തദാ അലൈക്കും കമാ തദാ ലകലതു ഇലാ ഖസഅതിഹാ ഫഖാലത് ഖായിലുൻ വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമൈദിൻ قال بل أنتم يومئذ كثير ولكنكم غثاء كغثاء السيل. ഒരു ഡൈനിങ് ടേബിൾ ഇരിക്കുമ്പോ ആ ഡൈനിങ് ടേബിളിന്റെ മേലിൽ പൈച്ചിട്ടുള്ളതായ ഡൈനിങ് ടേബിൾ ഫുള്ളായിട്ട് ഫുഡ് വെച്ചതായ ഒരു ഡൈനിങ് ടേബിൾ അല്ല ഇവിടെ ഒത്തുലോ. ഫുഡെല്ലാം റെഡിയാക്കിട്ട് തിന്നൊക്കെ റെഡിയായിട്ടുണ്ട്. പൈച്ചതായ പസിയില് എത്രമാ നാളത്തോളം ഫുഡ് തിന്നിട്ടില്ല അങ്ങനത്തെ ആളന്മാര് ആ ഡൈനിങ് ടേബിൾക്ക് ആ ഫുഡ് കുറഞ്ഞ ഡൈനിങ് ടേബിൾ കടത്തിയെങ്കില് എങ്ങനെ ആ ഫുഡിനെ ബലിച്ച് തിന്നിട്ട് ഞങ്ങളെ പസിയെ തണിക്കുവാറാ. അതേപോലെ മുസ്ലിം സമുദായത്തിലെ അവസാന കാലത്തില് 4 സൈഡിലും മുസ്ലിമീങ്ങളെ ബലിക്കുവാർ, അപഹാസ്യപ്പെടുത്തുവാർ, പരിഹസിക്കുവാർ, ഹീലാക്കുവാർ, വേറെ ടൈപ്പില് പരീക്ഷണ വരും. ആ ടൈമില് സ്വഹാബക്കന്മാർ കേൾക്കാറ് യാ റസൂലല്ലാഹ് മിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ, അങ്ങനത്തെ ഒരു കാലം വരുമ്പോ ഞങ്ങൾ കൊറോടിക്കുവാണ് നബിയേ, ഞങ്ങൾ സംഖ്യയില് കൊറോടിക്കുവാണ്.
ആ ടൈമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി ബൽ അൻതും യൗമഇദിൻ കസീർ. ആയെങ്കിൽ നിങ്ങൾ അണ്ടത്തെ നാളിൽ ആ അവസാന കാലത്തിൽ നിങ്ങൾ ചെന്ന സംഖ്യ യാരമേക്കാൾ കുറവ് എന്ന് മിക്കല. മാത്രമല്ല കിന്നക്കും ഗുതാഉൻ കഗുതാഇസൈൻ. ജോർ മലബന്ധങ്ങൾ തോടുന്നു ഒന്നാമത്തെ മലകറുമ്പത്തിൽ എത്ര കാട്ടയും ചപ്പു ചവറും തന്നിൽ ഒഴുകി പോണ്ടല്ലേ, അതുപോലെ നിങ്ങൾ തന്നിൽ ഒഴുകി പോണ്ടോ ചപ്പു ചവറായിട്ട് ഒരു കാര്യം നിൽക്കിക്കല. وَلَيَنْزِعَنَّ اللَّهُ مِنْ صُدُورِ عَدُوِّكُمُ الْمَحَابَةَ مِنْكُمْ. നിങ്ങളെ വിഷയം നിങ്ങളെ ശത്രുമാരെ വിരുദ്ധം നിങ്ങളെ മനസ്സിൽ ഇതാ പേടി വന്നു പോയിരേ. അള്ളാഹു നിങ്ങളെ മനസ്സിൽ പേരിട്ട് പോയി. ശത്രുമാർക്ക് നിങ്ങളെ മേലെ ഏക്കാപ്പത്ത് ഒരു പേടിയില്ല, പേരിൽ എടുത്തുവിട്ട ഞങ്ങൾക്ക് ശത്രുമാരെ കാണാൻ പേടിയാവും. അങ്ങനത്തെ ഒരു അവസ്ഥക്ക് എത്തുവാറ്. അങ്ങനെ ആ ഒരു കാര്യം നിങ്ങളെ മനസ്സിതാ വഹന് ബാധിച്ചു. വഹൻ അപ്പൊ കേട്ട ഒരാൾ കേട്ട് റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് വമൽ വഹനു. വഹൻ ചെന്നെങ്കിൽ നബിയേ ഈ വഹനേക്ക് ചെന്നാൽ ദുനിയാവിന് മേൽ യാറെ പിർസോ മൗത്തും ചെല്ലത് അപ്രിയമായി പോയത്. ഈ രണ്ട് കാര്യം കൊണ്ടോ ദുനിയാവിൽ നിങ്ങൾ ഇന്നിട്ടും മുസ്ലിമോട്ട് ഫാത്തിമയും ആയിഷയും അബൂബക്കറും അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ നല്ല പേരയറ്റിക്കരുത്. പേര് മാത്രമല്ലാണ്ട് ചപ്പു ചവർ പോലെ പോകണ്ട ഒരു കാര്യമില്ലെങ്കിൽ. അങ്ങനത്തെ അവസ്ഥ ഈ അവസാനത്തെ കാലത്തിൽ ദുനിയാവിന് വരകൊണ്ടു ചെന്ന് 1400 വർഷം മുന്നേ മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എച്ചേർത്ത് ബാധിച്ചിട്ടില്ലേ? സമുദായത്തിൽ കാണില്ലേ മരണ ചെല്ലുമ്പോ പേടി, മരണത്തെ പേടി വേണം, മാത്രം ഇഷ്ടമില്ല. ദുനിയാവിലെ ശാശ്വത ജീവിക്കണോണ്ട് ഒരാശ. അത് ഉദ്ദേശിച്ച് വലിയ വലിയ ബംഗ്ല കെട്ട അകാശെന്തെങ്കിലും 5ഉം 10ഉം കോടി ഉടനെ ജീവിക്കണോ ചെന്നിട്ട് ഗാഡി ചെന്നെങ്കിൽ അത്ര ഭയങ്കര ആളമാർ പാവപ്പെട്ട ഇത്രമാ ഉള്ള തിന്നുകയില്ല കുടിക്കുകയില്ല. ഗൾഫിലെ 7 കോടിയിലെ ഗാഡി കൊന്നിട്ടുണ്ട് ഹെഗ്ഗളികളാട്ടം കൊള്ളാം. അതിലെ കൊമ്പടനെ 4-5 ലക്ഷം ഷിപ്പുക ഏതൊരു കൊമ്പുണ്ട് അധികം. അത് എന്തുകൊണ്ടുകൂടെ കാട്ടൊരായത്തില് നാണേ വലിയ ആള് രണ്ടൊക്കെ എത്ര പൈസയുണ്ട് ഇതുണ്ട് അതുകൊണ്ട് കാട്ടത് വരെയെത്തി. എന്താ ഇന്ത്യയിൽ ഗാഡിയില്ലേ ഔട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാ? അതൊരു ആളമാറിയത് ഒരു വലിയ ആളായിട്ട് കാട്ടുക. എൻ്റെ ഇത്ര പൈസ ഉണ്ട്, ഈ പൈസ എല്ലാം മരിച്ചു പോകുന്നത് കൊമ്പ കൊണ്ടാ. ഏതൊരു പൈസ ആരെങ്കിലും മരിച്ചു പോകുന്നത് കൊമ്പേതുണ്ടാ? ആരും പറ്റില്ല. ഇങ്ങനത്തെ അവസ്ഥ എന്ത് മനുഷ്യന്മാരെത്തിയോ ദുനിയാവിന്റെ മേലെ അത്യാശ, മരണത്തെ വിഷയത്തിന് ഇഷ്ടമേ ഇല്ല. അതുകൊണ്ട് ഇങ്ങനത്തെ പരിസ്ഥിതിക്ക് എത്തി ദുനിയാവ് അങ്ങനത്തെ ഒരു പരിസ്ഥിതിക്ക് എത്തിയത്. വിശ്വാസി ചെല്ലുമ്പോഴത്തേക്ക് ജീവിതത്തിൽ പരിപൂർണമായിട്ട് കഷ്ടം നിറഞ്ഞിരിക്കുന്നത് വിശ്വാസിലോട്ട്. ഒരു മനുഷ്യന്മാർക്ക് ഒരു സമാനം പറയുന്നു. അവസാന കാലം വരുമ്പോ മോമിനായ വിശ്വാസിയായ സത്യവിശ്വാസിയായ മനുഷ്യ സബറത്തോടിക്കറ എന്നിട്ടും അവർക്ക് പരീക്ഷണം കൊണ്ടൊരു സ്റ്റോപ്പമില്ല. കയ്യിൽ തീരെ കണൽ പിടിച്ച പോലെ ജീവിക്കേണ്ടി വരും. കയ്യിൽ തീരെ കണൽ പിടിച്ച് ജീവിക്കാൻ സാധ്യത വരുന്നത് നിമിഷത്തെ വെക്കാണ് കൈ പൊക്കൾ വന്നിട്ട് ഞങ്ങൾ ചെയ്യുക. അങ്ങനത്തെ ഒരു പരിസ്ഥിതി ദുനിയാവു വരകൊണ്ടോ ഒരു സമാൻ വരകൊണ്ടു ചെത്തി ഇപ്പം തിരുമതി റിപ്പോർട്ടാക്കുള്ള അതേപോലെ ദുനിയാവ് ഇങ്ങനൊരു പരിസ്ഥിതി വരകൊണ്ടുകൊണ്ടുണ്ട്. എന്നല്ലേ പൈസകനായിട്ട് അവന്റെ വിശ്വാസത്തെ വികൃതായ മനുഷ്യ ഒരു മനുഷ്യ സ്വബൈ മുസ്ലിമായിട്ടിക്കുക അസലാമത്ത് കാഫിറായിട്ട് പോവാ. അസറിന് മുഅ്മിനായോ സ്വബയാമത്ത് കാഫിറാവാ.
അവന്റെ ദീന്റെ അവന് പൈസകളായിട്ട് വിൽക്കുക. ಅವನು ಸಭೆಗೆ ಮುಸ್ಲಿಮಾಯ ಅಸರ್ ಕಾಫಿರ ಎಂದಿಗೆ ಇತ್ತರ ಅಮೌಂಟ್ ಇತ್ತು ಜನ ನೀನಾದ್ರೆ ಬಿಟ್ಟು ಬಾ ಬಂದಂಗೆ ಇತ್ತರ ನಾನು ಕೋಟಿ ದಂಡೆ ദീനക്ക് രാജനാൻ വെച്ച ആ കോട്ടി എടുത്താണ്. പിന്നെ ജാവൂമിനായവൻ അതേപോലെ സ്വൈകാമ കാഫിറാവണ അതേ അവസ്ഥ. ജാവൂമിനായവനു ഒരാൾ ചെന്ന് നീന ഇസ്ലാം ദീന്റെ ಬಿಟ್ಟಲ್ಲಿ ನನಗೆ ಇತ್ತರ ಪೈಸ ಇತ್ತರ ಬಂಗ್ಲ ತಂದೆ ಅದು ತಂದೆ ಎಲ್ಲ ಬಿಟ್ಟು ತಗೊಂಡು ದೀನ ಬಿಟ್ಟ. ದೀನ ಜನರನ್ನು ಇಂಪಾರ್ಟೆಂಟ್ ಅಲ್ಲ, ಅವರ പൈസക്ക് ആദ്യത്തെ കൊടുക്കണോ. അങ്ങനത്തെ ഒരു പരിസ്ഥിതി ഇനിയാവും പറഞ്ഞുകൊണ്ട് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വെളിപ്പാട്ടി. ശരിയായ ഇസ്ലാം ഏതുണ്ട് ഗൊന്താവാത്ത ಗೊಂದಲത്തിലാവുന്ന കാല ഇപ്പൊ ആയിട്ടില്ലേ. എല്ലാവരും ചെല്ലാണ് നാനവരുടെ ജമാഅത്ത്. ನನಗೆ അഹ്ലുസുന്നത്ത് ജമാഅത്ത് ഏത് എന്ന് അറിയക്കൊണ്ടതായ പ്ലാറ്റ്ഫോം ഉണ്ട്. അതേ പേര് പോകണ്ടില്ല. അവനെ വിളിക്കും അവനൊട്ടും പോണ്ട, ഇവനോ വിളിക്കും ഓനൊട്ടും പോണ്ട, ഇവരുടെ വിളിക്കും പിന്നോട്ട് 1000 സംഘടനാക്കാർ അതില് അങ്ങനെ ദീന ചെന്ന് പ്രചാരാക്കുന്നത് ഏത് ആക്രിയിൽ മനസ്സിലാക്കാൻ പോകണ്ടില്ല. പരിഹാരമ്മ ഞങ്ങൾ ഒരു മൊബൈൽ എടുക്കുമ്പോ എത്ര സൂക്ഷ്മത വഹിക്കണം. ഒരു 50,000 30,000 10,000 മൊബൈൽ എടുക്കുമ്പോ ഞങ്ങൾ എത്ര സൂക്ഷ്മത പാലിക്കണം. നിന്റെ പൈസ ലോസ് ആയി പോയിട്ടാണ് ഒറിജിനലാ ഡ്യൂപ്ലിക്കേറ്റാ. വേറെ സോപ്പ് എടുക്കുമ്പോഴത്തേക്ക് എന്റെ സ്കിന്നിക്ക് എല്ലാം ಬೆಳಕೈ കൊണ്ട് സ്കിന്ന് ചെന്ന് എത്ര ചാൻസ് ഒറിജിനലാ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് എടുക്കുമ്പോ നോക്കില്ലേ. അതിൽ കാലും യാറ ആഖിറത്തെ നിശ്ചയിക്കല്ലേ, പരലോകത്തെ നിശ്ചയിക്കല്ലേ. ദീനിനെ സ്വീകരിക്കുമ്പോ ദീന്റെ ആശയത്തെ സ്വീകരിക്കുന്ന ജാഗ്രത വഹിച്ചേ. നിങ്ങൾ എല്ലാത്തക്കാളും എല്ലാവരും ആദ്യത്തെ അത് കൊടുക്കണോ. ഇസ്ലാം ഗരീബ, ഇസ്ലാം ചില പരദേശി പോലെ വന്നോ. ഇസ്ലാം വന്നതായ ആദ്യ കാലത്തിൽ കൊടിയാളം മാറി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാമതായി ഇസ്ലാം സ്വീകരിച്ചിട്ട് നബിയിലൊട്ടു. പിന്നെ അലി റളിയല്ലാഹു അൻഹു സ്വീകരിച്ചിട്ട്, പിന്നെ ഖദീജ റളിയല്ലാഹു അൻഹ സ്വീകരിച്ചിട്ട്, പിന്നെ സ്വീകരിച്ചതെല്ലാം പാവപ്പെട്ട അടിമമാർ ബിലാൽ, ഖബ്ബാബ്, ഖുബൈബ് ഇങ്ങനെ സ്വീകരിച്ചത്. ആ പരദേശി നമ്മൾ ആളില്ലാണ്ട് വന്നോ. ഈ ദീൻ അതേ അവസ്ഥകൾ എത്തുകൊണ്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടി അവസാന കാലത്തും അതേ പരിസ്ഥിതിക്ക് ദീന് പുറകൊണ്ടു. ആളില്ലാ ചെന്ന് ദീന് പുറണ്ട. ആള് ഉള്ളത്തര ആളുമാർക്ക് ദാവ എത്തുമാക്കണം. എത്ര ആളുമാർ ശിർക്കിലുള്ളാര്, എത്ര ആളുമാർ ബിദാത്തിലുള്ളാര്, എത്ര ആളുമാർ ഡ്രഗ്സുകളുള്ളാര്, എത്ര ആളുമാർ വേണ്ട തലയിത്തിക ചെട്ടുവെടികൾ മുങ്ങിയിട്ടുള്ളാര്. ദീന് വേണ്ട മോളിൽ പത്തിയിട്ട് അവരിടീ നാളും ടൈം വേസ്റ്റ് ആക്കറോ, അല്ലെങ്കിൽ റോഡ് ചൊത്തിട്ട് അവരിടീ നാളും അല്ലെങ്കിൽ ഓരോ ജാഗല് വെച്ചിട്ട് മൊബൈൽ ചേട്ടാക്കിയിട്ട് ഗെയിം കളിച്ച് ഇടീ ലൈഫിലുള്ളാര്. ആവശ്യത്തിൽ കളിക്കറു. ഇടീ ലൈഫിനെ ഗെയിമല്ല, ഇടീ ലൈഫേ കളിയല്ല. ഈ കളി ഒരു നാള് ഞങ്ങളെ മയ്യത്താവുന്ന നാളുണ്ടു. ആ ടൈമിൽ കളിക്കുകയാവില്ല. പിന്നെ നിസ്കരിക്കുന്ന ആരില്ല. നിങ്ങളെ തൊണ്ടൽ ഗുളിക എത്തിയ പിന്നെ ഇനോക്ക താഴ്ന്നു ഞാൻ കുട്ടികൾ കാക്കി പണ്ടേച്ചെന്നെങ്കിൽ അള്ളാഹുവിന് ടൈം തന്നില്ല. അതുകൊണ്ട് കിട്ടിയ സമയത്ത് സന്ദർഭത്ത് ദീനിൽ വേണായി ഉപയോഗപ്പെടുത്തു. ഞങ്ങൾ എല്ലാവരും തയ്യാറാവും. അത്രയും നല്ല മുത്തഖിമാരൊട്ടുകോ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു ഞങ്ങൾ എല്ലാവരും സേഫായിട്ട് അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. തഖ്വയുള്ളതായിട്ട് ജീവിക്കുന്നു നിങ്ങൾക്കൊരാണ് വസിയത്താക്കി. അള്ളാഹു അത്രയും നല്ല ആളുമാരൊക്കെ നമ്മളെ സേഫാക്കി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ദുനിയാവൊരു അവസാനത്തെ സന്ദർഭകാല മുസ്ലിം സമുദായത്തെ അവസ്ഥ എന്തിനായിട്ട് കൂട്ടായിട്ട് ചെന്നുകൊണ്ട് വന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കുന്ന ഹദീസിൽ കാണാം, ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കല, ഹത്താ തഖുദ ഉമ്മത്തി അഖ്ദൽ ഉമമി ഖബ്ലഹാ ശിബ്റൻ ബിശിബ്റ വദിറാഅൻ ബിദിറാ. ഞങ്ങളെ സമുദായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ല ഈ ഉമ്മത്തിൽ ഇങ്ങനത്തെ, അതായത്
കഴിഞ്ഞു പോയതായ സമുദായത്തെ യഹൂദിമാരെ നസ്രാനിമാരെ ഗേനായിട്ടും ಮೊಲക്ക് ಮೊಲമായിട്ടും അനുകരണ ആക്രമണത്തോളം ഈ ദുനിയാവ് ഖിയാമത്ത് നാൾ സംഭവിക്കാനാണ്. അപ്പോൾ ഒരാൾ കേട്ട് യാ റസൂലല്ലാഹ് കമാ ഫഅലത് ഫാരിസ് വറൂം, ഫാരിസും റൂം റണി അതായത് യഹൂദി നസ്രാനിമാർ ആക്കിയതുപോലെ ആക്കുവാറുണ്ട. വിശ്വാസം കേട്ടത് അങ്ങെല്ലാം പിന്നാറ് അങ്ങോട്ട് ഫേഷൻ കൊണ്ട് അതിൽ പേരുണ്ടെന്നുള്ള അങ്ങോട്ട് ആശയം കൊണ്ട് അതിൽ പേരുണ്ടെന്നുള്ള ഏതുകൊണ്ടും അങ്ങനെ പേരുണ്ടെന്നുള്ള. ഫലസ്തീനിൽ എത്ര പീഡനം അനുഭവിച്ചു. അങ്ങ് യഹൂദിമാർ ഫസ്റ്റ് വന്നോ തെല്ല് ലാൻഡ് പർച്ചേസ് ആക്കിയിട്ട് ഒരു രാഷ്ട്രമാക്കി വിട്ടു. ഇസ്രായേൽ എന്ന രാഷ്ട്രം ഇല്ല. അങ്ങ് യഹൂദിമാർ വന്നിട്ട് അവിടെയുള്ളതായ മുസ്ലിമീങ്ങൾക്ക് വേറെ എന്തെല്ലാം ഒഡിത്ത് അങ്ങനെ ജാഗ പർച്ചേസ് ആക്കിയിട്ട് ഒരു രാഷ്ട്രമായിട്ട് ഇപ്പൊ അങ്ങനെ അധികാരം മുസ്ലിമീങ്ങളോട് ജീവിക്കാൻ സാധ്യത. ഗസലും എത്ര പീഡനാക്കണം നോക്കറണി ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾ വേറെന്നവരോട് തിന്നുകൊണ്ടല്ലേ ഒരു കാഴ്ചനാക്കും. ഞങ്ങളെ എത്ര മക്ക പൗഷ്ടിക ആഹാരം ഇല്ല, തിന്നുകയില്ല. പൗഷ്ടിക ആഹാരം കൂടെ മുള്ളെന്നെ കണ്ടോട്ടുണ്ട്. എത്ര തിങ്കൾ കെട്ടലായിട്ട് വർഷമായിട്ട് എത്ര വർഷമായിട്ട് യുദ്ധം നടന്നുള്ളൂ. ബിൽഡിങ്സ് ഇല്ല, പള്ളിയില്ല, എല്ലാം പോയി. നിരാശ്രിത ക്യാമ്പിലുള്ള ഒരു ആണിങ്ങ പള്ളിയിൽ വാങ്ങൊടുത്തു ഇന്ന ഒരു മുഅദ്ദിൻ അയാൾ കാലി മുള്ളുകാണ്ട് എന്തുമില്ല, തടി ഇറച്ചിയില്ല. അങ്ങനെ ഒരു ആളന്മാർ കൊണ്ടിട്ട് ഫുഡ് കൊടുത്തു. അങ്ങനെ എത്ര പരിസ്ഥിതി ആയതുകൊണ്ട് അവിടെ ഞങ്ങളെ കയ്യിലും തുറത്തുക അങ്ങനെ പരിസ്ഥിതി അള്ളാഹ് നല്ല റബ്ബേ, അങ്ങനെ പരീക്ഷണത്തിൽ നീ ഞങ്ങൾക്ക് സഹായാക്കി റബ്ബേ. ഞങ്ങൾ ഇത് എന്തോ ആക്കാവില്ല, അവിടെ പോക അലൗഡില്ല. ഞങ്ങൾ ഇത് അപ്പുറത്ത് പോകും. ഞങ്ങളെയും എല്ലാം കാണ്ടതായ റബ്ബിലോട്ട് കൈവയ്ക്കിട്ട് റബ്ബെ ഫലസ്തീൻ്റെ ആളന്മാർക്ക് നീ ആഫിയത്തും ആരോഗ്യവും പരീക്ഷണത്തിൽ രക്ഷണയും കൂടെ റബ്ബേ ദ്വാരക്കണം. അത്ര ആക്കണം മുമിനികൾ. അപ്പൊ മുന്നൽ കഴിഞ്ഞു പോയ സമുദായത്തോ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ആചരണം പുറത്തിരാം. അത് ക്രിസ്മസിന്റെ ടൈമിലാവട്ടു, അല്ലെങ്കിൽ ഞങ്ങൾ റായത്ത് നടക്കുന്ന വേറെ റായത്തെ ആചരണം കൊണ്ട് നന്യ സമുദായത്തോ അതിലുള്ള വിഷയരാവട്ടു. അങ്ങനെ ഓരോ കാര്യത്തിലും ഏത് സമുദായത്തെയും நீங்க ஆறு அணுக்கரனாக்கியாரா അങ്ങനെ പെട്ടെന്ന് നിങ്ങൾ പോണ്ടാതെ. ഞങ്ങൾ ഏത് യഹൂദിമാർ ക്രിസ്മസിൽ ശരിയെങ്കിൽ ഞങ്ങൾ മകളിട്ട് പോയാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആചരണം ഇസ്ലാം വിരുദ്ധമായി അല്ലാത്തങ്ങൾ ആചരണാക്കുന്നതായി അല്ലെങ്കിൽ ആരാധിക്കുന്നതായി അങ്ങനത്തെ ആചരണങ്ങൾ പോയി ശരിയെങ്കിൽ ഞങ്ങൾ മകൾ പെട്ടവനെ പോലെ ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാടി. അതേപോലെ ദുനിയാവ് കള്ള പ്രവാദിമാരും വരുവാൾ ഖിയാമത്തുക്ക് മുന്നോളൂ ബൗദ്ധേവാരാധകന്മാരെ അനുസരിക്കുവാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നില്ലേ ലാ തഖൂമു സ്സാഅ ഹത്താ തൽഹക കബായിലുൻ മിൻ ഉമ്മതി ബിൽ മുശ്രികീൻ വഹത്താ യബുദുൽ ഔതാൻ. ദുനിയാവ് ഖിയാമത്ത് നാൾ അന്ത്യനാൾ സംഭവിക്കല എവിടത്തോളം മുസ്ലിമീങ്ങളിൽ പെട്ടതായ ഒരു വിഭാഗം മുശ്രിക്കീങ്ങളോട് ചേർന്നിടത്തോളം, അതായത് വിഗ്രഹത്താരാധനാക്രമത്തോളം പേര് അബ്ദുല്ലായിത്തിക്കോ, പേര് മുഹമ്മദായിത്തിക്കോ, പേര് ഫാത്തിമയ്ത്തിക്കോ, ആയിഷയ്ത്തിക്കോ നല്ല നല്ല സഹാബാക്കന്മാരെ പേര് സ്വീകരിച്ചതായ മനുഷ്യന്മാർ മുശ്രിക്കീങ്ങളോട് ചേർത്ത് വിഗ്രഹത്താരാധനാക്രക്കാരെ കണ്ടിടത്തോളം ഖിയാമത്ത് നാൾ സംഭവിക്കല. കാണ്ടില്ലേ മർത്തർ ആരാധിക്കണമുള്ള മർത്തർ. ഇന്നാളൊരു വീഡിയോ കണ്ട് വലിയ കല്ല് വെച്ചിട്ട് അതിന് പൂജയ്ക്കുന്നു. 6 പേര് മുസ്ലിമോ സലാത്ത് ചെല്ലാൻ ആരാധിച്ചിട്ട് ഇത് നബി വാദം തന്നെ സംഭവിച്ചോണ്ടോ.
മുസ്ലിമോ ചെന്ന ആലമാർ പേര് മുസ്ലിമായിട്ട് ഫൈദില്ല. കാനിഷ്മാർ കണക്കെടുക്കുന്ന പേരെന്ത് മുസ്ലിം അബ്ദുള്ള, പേരെന്ത് ആയിഷ, ചെന്ന അതിഥി പേര് മുസ്ലിമായിട്ട് ഫൈദില്ല. ഞങ്ങൾ ഈമാൻ കെട്ടിയാൽ ആർ വിളിക്കട്ട്, ഞങ്ങൾ ഈമാൻ കെട്ടിവോ ശിർക്കുള്ളത് മുങ്ങിപ്പോത്തീറ. ഒരു നിമിഷത്തിലാവട്ടെ, ഒരു സെക്കൻഡിലാണ് മനസ്സിലാക്കുന്നത് നിങ്ങളെ തടികി എറുമ്പ് പണ്ടെക്കാളും ഗോപ്യമായിട്ട് ശിർക്ക് പറയും. അങ്ങനത്തെ അവസ്ഥ ദുനിയാവ് വന്നു. ശിർക്ക് വിഷയത്തിൽ കെയർലെസ്. അള്ളാഹുല്ലാത്ത അള്ളാഹുവിട്ട് കേൾക്കുന്നത് അള്ളാഹു ഏത് സൃഷ്ടിയോട്ട് കേൾക്കുക. ഔലിയാക്കന്മാരാവട്ടെ, അമ്പിയാക്കന്മാരാവട്ടെ, ജിന്നാവട്ടെ, മലായിക്കത്താവട്ടെ, വിഗ്രഹമാവട്ടെ, ഏതൊരു ജനൽ കുടുങ്ങിപ്പോയത് അവിടെ കേൾക്കുള്ള റബ്ബേ റബ്ബേ കഴിക്കുന്നത്. ആ റബ്ബിനെ മുട്ടുത്തു റബ്ബിനെ സൃഷ്ടിമാരെക്കെടുക്ക് ഞങ്ങളെ വിളി പോണ്ട, ദുആരെ കണ്ട, സഹായിക്കണ്ട. അങ്ങനെ ഞങ്ങളെയും ആ അന്യധർമ്മത്തങ്ങളിട്ട് ശരി പോയ ആയിപ്പോ മുഅ്മിനീങ്ങൾ. എന്റെ ഉമ്മത്തില് 30 കള്ളന്മാർ വരുന്നുണ്ട്. കുല്ലുഹും യസ്ഉമു അന്നഹു നബിയ്യുൻ. 30 വാദിക്കുവാൻ നബിയായിട്ടിക്കേ. വാന ഖാതമുൻ നബി നബിയീന ലാ നബിയ ബാദി. ഞാനായിട്ട് അവസാനത്തെ നബി വരകില്ല. ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. എന്തായാലും അവസാനത്തോളം ഹക്ക് ഒരു വിഭാഗം ദുനിയാവിലുണ്ടാവും. ആരെങ്കിലും ഒക്കത്തിനാക്കെങ്കിലും പരിഹാസമാക്കെങ്കിലും പറഞ്ഞെങ്കിലും എന്താക്കെങ്കിലും മനസ്സിൽ ദീന പോലെ അങ്ങനത്തെ ഒരു വിഭാഗം ലാസ്റ്റോളം ഹക്കളിക്കുവാൻ വേണ്ടി ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടി തന്നു. അതുകൊണ്ട് ഇതിനാവൂ ഓരോരോ പരിസ്ഥിതി ഖിയാമത്ത് നാൾ മുന്നോട്ട് പണ്ട്. അതേപോലെ പുതിയ പുതിയ ആചാരത്തൊക്കെ പണ്ടക ഈ ദുനിയാവിലെ അവസാനത്തെ എന്റെ ഉമ്മത്തിൽ നിങ്ങൾ ഉമ്മമാർ, നിങ്ങൾ അബ്ബമാർ, നിങ്ങളെ പൂർവ്വജന്മാർ കേൾക്കാത്തത് പുതിയ പുതിയത് കൊണ്ടിടുവായി. എന്നെ സലാത്ത് വന്നോ, ഓൺലൈൻ സലാത്ത് പുതിയ പുതിയത്, അറിവിൻ നിലാവും അല്ലാത്ത നിലാവും എന്തെല്ലാം പണ്ട് ഓൺലൈൻ വെച്ചത് ഇയാൾ പൈസ ഓൺലൈനില് ലൂട്ടിയാക്കിയതായ അവസ്ഥ കണ്ട് ഈ ഉമ്മ പെങ്ങന്മാർ കൊണ്ടാവില്ല. ഇങ്ങ നല്ലതല്ലേ ചെന്ന് അങ്ങനെ പൈസ കൊടുത്തോന്നുള്ള വേറെ വേറെ ടൈപ്പിൽ അവിടെ പുതിയ പുതിയ ശിർക്കിനെ നോപ്പ, പുതിയ പുതിയ വിധേയത്തിനെ നോപ്പ. ഈ ദർഗത്ത് പോയെങ്കിൽ നിങ്ങളോ സീക്ക് ശിഫാവ് മക്കില്ലാത്ത മക്കളിട്ട് ഈ ദർഗത്ത് പോയെങ്കിൽ ഇതാ നിങ്ങളെ എന്ത് ക്യാൻസർ രോഗത്തും സീക്കുക ശിഫ ഉണ്ടോ, വില വില ഡാക്ടർ പോയിട്ടും ശിഫാവാത്തോ ലാസ്റ്റ് ഈ മന്ത്രവാദിമാർ ചെന്നത് പോലെ പോയിട്ട് ലാസ്റ്റ് അയാൾ മരണപ്പെടേണ്ടി വന്ന് എത്ര ചരിത്രം കാണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മുന്നിൽ കഴിഞ്ഞു പോയെങ്കും പരിചയമില്ലാത്ത പുതിയ പുതിയ ആചരണമാർക്ക് പരിചയമില്ല, താബീങ്ങൾ പരിചയമില്ല, തബാത്താനിക്ക് പരിചയമില്ല, ഇമാം ഷാഫിക്ക് പരിചയമില്ല, ഇമാം അബു ഹനീഫക്ക് പരിചയമില്ല, ഇമാം അഹ്മദ് ബിൻ ഹംബൽക്ക് പരിചയമില്ല. ഇങ്ങനത്തെ പുതിയ പുതിയ ആചരണ പണ്ഡിതന്മാർ, ഉലമാക്കന്മാർ, ഇമാംമാർക്ക് പരിചയമില്ലാത്തത് പുതിയതല്ല കണ്ടൂടാ. നിങ്ങൾ സൂക്ഷിക്കൂ, അങ്ങനെയും രക്ഷപ്പെടുത്തൂ, അതിലെ തൊട്ട് ജാഗ്രത ആവുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് 1400 വർഷം മുന്നേ വാർഡിംഗ് ആക്കിയിട്ട് പോയത് കൊണ്ടെത്തോ ഞങ്ങൾ ആ വിഷയ പ്രത്യേകമായിട്ട് ഖയാലാക്കണോ. അവസാനമായിട്ട് നിങ്ങൾ ചൊല്ലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് ലയകൂനന്ന മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം വരുന്നുണ്ട്. അക്വാമുൻ يستحلون الهر والحرير والخمر والمعازف. പട്ടിന് ഹലാലാക്കുവാർ ആണിങ്ങൾക്ക്, അതേപോലെ കള്ളിന് ഹലാലാക്കുവാർ, സംഗീത ഉപകരണം ഉണ്ടല്ലേ അതിന് ധർമ്മസമ്മതാക്കുവാർ, ഹലാലാക്കുക. അതല്ല ദീനില് റേഷ്മ ഡ്രസ് ഉണ്ടല്ലേ, പട്ട് ഡ്രസ് ആണികൾക്ക് ഹറാമായിട്ട് പെണ്ണീരിടാം. അത് ആണികൾ ഹറാമാക്കല്, ഹറാമായത് ഹലാലാക്കലെന്ന് പറയുവാണ്. അതേപോലെ കള്ളുകൂടി നശമുള്ളത് ഏത് വല്ല ഹംറായിട്ട് നശമുള്ളത് തമ്പാക്കാവട്ടു, ഡ്രഗ്സ് ആവട്ടു, ഡ്രഗ്സിൽ യൂസ് ആക്കിയുള്ള യുവക്കന്മാർ മുസ്ലിം പേരറിയപ്പെട്ട പേപ്പർ നോക്കൂ. എത്ര എത്ര ആളന്മാർ പേർ മുസ്ലിം ബന്ധിക്കപ്പെട്ടിട്ട് ഇവിടെ മാംഗ്ലൂർ അല്ലെങ്കിൽ ഉടുപ്പിയില് ഓരോ സ്റ്റേറ്റില് ഇന്ത്യയിൽ വെച്ചിട്ട് ഡെയിലി പേപ്പർ ഓടും കൊണ്ടാവും. എത്ര എത്ര മുസ്ലിങ്ങളെ പേരായിട്ട് ഈ ഡ്രഗ്സില് അമൽ പദാർത്ഥം പിടിക്കപ്പെട്ടിട്ട് ഉൾക ഉള്ളത് അങ്ങ് വിചാരിച്ച ഹലാല് ഹലാല് പോലെ. അതേപോലെ മ്യൂസിക് ഇതിനെയും ഹലാലാക്കലങ്ങ
ദുനിയാവ് പറകുണ്ട്. മ്യൂസിക്, മൊബൈലും മ്യൂസിക്, ഗാഡിയിലും മ്യൂസിക്, ഔത്തിലും മ്യൂസിക്. എവിടെ നോക്കും മ്യൂസിക് ഇല്ലാട്ടോ എന്തു വേണ്ട. മ്യൂസിക്കിൽ സാർവത്രിക മൊബൈൽ റിംഗാമത്ത് മ്യൂസിക്. എത്ര വട്ടം? 10 വട്ടം മൊബൈൽ വേണ്ട റിംഗാവ്, 10 വട്ടം മ്യൂസിക് കേൾക്കണം. ഓരോരോ ഷോട്ട് നോക്കുമ്പോൾ പ്രത്യേക മ്യൂസിക് ഉണ്ട്. ഏതിനില്ലാത്ത എല്ലാം കേൾക്കില്ല, കാത് കൊണ്ടെത്തു നിങ്ങൾ എല്ലാവരും കേൾക്കില്ല. ഷോട്ടിൽ കേൾക്കുന്ന മ്യൂസിക് കണക്കുണ്ട. അതേപോലെ എന്തെല്ലാം ആഡ് കണ്ട് ആഡ് ഞങ്ങൾ നല്ല വീഡിയോ നോക്കിയുള്ള അതിൽ ആഡ് കണ്ടത് ഞങ്ങൾ കാരണകർത്തമാരിൽ എന്നും പണ്ടില്ലേ നടന്നോട് പോമക്കും മ്യൂസിക്, ഔത്തുള്ള മ്യൂസിക്, ഗാനിലെ മ്യൂസിക്, മ്യൂസിക് ഹലാലാക്കുന്ന ഒരു കാല ഈ ദുനിയാവും പറകൊണ്ടോ. ചെന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 1400 വർഷം മുന്നലേ ഞങ്ങൾക്ക് വാദം തന്നുപോയി മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയ പ്രത്യേകമായി ഖിയാലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിലുണ്ടെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ അല്ലാഹുവോട് സഹായിക്കെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് സഹായിക്കണം. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കറക്റ്റ് നടന്നുകൊണ്ട് പോയെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് സഹായത്തിന് വേണ്ട. വയസബ്ബിത് അഖ്ദാമക്കും ഇല കാലുകളിലെ ഗട്ടിനെ പാട്ടി ചെന്ന് മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാടി തന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ ചെന്ന വിഷയത്തോ ആലോചനാക്കൂ, മനസ്സ് കൊമ്പറൂ, ജീവിതത്തിൽ സ്വീകരിക്കൂ, തയ്യാറാവും. അള്ളാഹു അത്രയും നല്ല ആളമാരട്ടു ഗുണങ്ങളെ செயற்பாடித்து അനുഗ്രഹിക്കട്ടെ. സ്വാതന്ത്ര്യ ദിനാചരണയ്ക്ക് റായത്ത് തിരിച്ചറിയിക്കുന്നത് ഞങ്ങളൊരു ബാധ്യതയായിട്ട് ഞങ്ങൾ പെത്ത റായത്തോ ഞങ്ങളെ മണ്ണൂരോ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു തിരിച്ചറിയിക്കുന്നു. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്ത് ഹിജ്റ പോകുമ്പോഴത്തേക്ക് മക്കത്തെയും മദീനത്തെയും ഗഡിയിൽ നിന്നിട്ട് ഒരു പലക ചേർന്നത്. എന്നിട്ട് വന്നുണ്ട യാ മക്ക, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റായ നീനായിട്ട് ഈ ഭൂമിയിൽ വെച്ചിട്ട് ഈ റായത്തങ്ങാലൻ്റെ ഭർത്താക്കില്ലെങ്കിൽ ഈ മക്ക വിട്ട് ഞാൻ പോവേ പോലെ അത്രയും സ്വന്തം ജന്മഭൂമിയിലും ഇഷ്ടപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഞങ്ങളെ റായത്തോ തിരിച്ചപ്പെടും. ഞങ്ങളെ റായത്തിൽ എന്തെല്ലാം അനൈതിക ചട്ടമായിട്ട് കാര്യമുണ്ടോ എല്ലാം ഡ്രഗ്സ് മുക്ത ഭാരതാവണം, കള്ള് മുക്ത ഭാരതാവണം, വഞ്ചന മുക്ത ഭാരതാവണം, ശിർക്ക് മുക്ത ഭാരതാവണം, വിദഗ്ധ മുക്ത ഭാരതാവണം, ഹറാമില്ലാത്ത ഭാരതാവണം. അതിന് ഞങ്ങൾ പണത്തോടും ഞങ്ങളെ ദീന്റെ ആലമാർഗത്ത് പാടും. അങ്ങനത്തെ സ്വാതന്ത്ര്യത്തോടുകൂടെ നല്ല സ്വാതന്ത്ര്യത്തോടെ ജീവിതം അല്ലാഹു ഞങ്ങൾക്ക് ആവതാക്കി തരട്ടെ. പള്ളിയുടെ കളക്ഷൻ ഉണ്ട്, മദ്രസത്തെ കളക്ഷൻ ഉണ്ട്. പള്ളി മദ്രസയിൽ മറ്റ് ചിലവുള്ളത് വന്നിട്ടുണ്ടെങ്കിൽ 10-15 ടീച്ചർ ഉസ്താദ്മാരോട് ടീച്ചിങ് ആക്കിയുള്ള അങ്ങക്ക് മന്ത്ലി ആമത്ത് കൊടുക്കും. അതേപോലെ പള്ളിയിൽ ഇമാമാറുള്ള പള്ളിയിൽ ഫാന് AC എല്ലാം ചലനായതുണ്ട്. ഇതെല്ലാം ചെലവുണ്ട്. മോമിനിങ്ങൾ അള്ളാഹുരെ മാർഗത്തിൽ കൊടുക്കുന്ന പൈസ നിങ്ങൾ ഉറപ്പിന് വ്യക്തമാവല. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് യുദ്ധത്തിൽ സഹായം കേട്ടപ്പ മഹാൻ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു അയാളെ എല്ലാ സമ്പാദനം കൊണ്ട് കൊടുത്തു. നബിക്ക് പിരിച്ചു കൊടുത്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിച്ചതായി കേട്ടപ്പ അബൂബക്കർ സിദ്ദീഖ് ചെന്നോ അള്ളാഹുരെയും അള്ളാഹു റസൂലിന്റെ മഹബത്ത് മാത്രം വെച്ചു. അത്ര ധീരനായ സ്വഹാബി. ഞങ്ങൾ അത്രയും കൊടുത്തില്ലെങ്കിലും ഞങ്ങളൊട്ടുള്ള മാക്സിമം ഒത്തായിട്ടും പള്ളി കൊടുക്കല്ലേ, മദ്രസ കൊടുക്കല്ലേ, അത് ഞങ്ങൾ അറിയണോ. അതേപോലെ ഹാർട്ട് രോഗിക്ക് ദ്വാരക്ക് പോയിട്ട് റിക്വസ്റ്റ് ആയിട്ടുള്ളത് ആ ഹാർട്ട് പേഷ്യൻറ്റ് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര വേഗം ഷിഫാവിന് ആജിൽ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എത്ര വേഗം ഷിഫാവും കാമിലായ ഷിഫായും ആജിലായ ഷിഫ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആരെല്ലാം ഹാർട്ട് പേഷ്യൻ്റ് ആയിട്ട് കിഡ്നി ഫെയിലായിട്ട് വേറെ സീക്ക് ബാധിച്ചിട്ട് കഷ്ടപ്പെട്ടുള്ള മനുഷ്യന്മാരുള്ള മോമിനിങ്ങ മുത്തഖീങ്ങ അള്ളാഹു എല്ലാ സീക്രിയും ഷിഫാവും ആജിലും കാമിലുമായ ഷിഫ കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഞങ്ങളെ അമായക്കന്മാരെ ബന്ധനസ്ഥനാക്കിയതാറ് പോലീസ് രംഗ അങ്ങനെയൊക്കെ ഞങ്ങളെ സമുദായത്തെ ചെറുനാളന്മാർ അമായക്കന്മാർ കുറെ തപ്പാക്കാത്തങ്ങൾ 10 വർഷത്തോളം ജയിലിൽ വെച്ചിട്ട് പിന്നെ വിചാരണ ആക്കിയിട്ട് ഒരു തപ്പാക്കിയിട്ടില്ല. 10 വർഷം ലൈഫ് ബഴക്കില്ല. അങ്ങനത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിമോചനം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين.
دمر أعداءنا وأعداء الدين. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا لا تجزع قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. قوموا إلى صلاتكم يرحمكم الله.